ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഡേ 2 ആണ് ഗോവയിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരെ പഞ്ചിയിലോട്ട് പോവാണ്. പഞ്ചി പോയിട്ട് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നമ്മുടെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസും ആ കാര്യങ്ങളൊക്കെ കാണാനാണ് ഇന്ന് നമ്മൾ ഇറങ്ങുന്നത്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം അത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടെ തൊട്ട് വീഡിയോ തുടങ്ങാം. എന്നാൽ പിന്നെ നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്കിട്ട് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞങ്ങളുണ്ടല്ലോ. അപ്പം ജസ്റ്റ് ലോബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ജസ്റ്റ് ലോബോസ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുക. ഇതിന് മുന്നിലത്തെ ട്രാഫിക് നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് ന്യൂ ഇയറിന് 2 ദിവസം മുന്നേ ആണ്. ഇതാണ് ജസ്റ്റ് ലോബോസ് കേട്ടോ. ജസ്റ്റ് ലോബോസിൽ ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാണ് അവരുടെ ഇൻറ്റീരിയേഴ്സ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തേനെക്കാട്ടി ഒരു ഇച്ചിരി വ്യത്യസ്തത പിടിച്ചു. പൂരി ബാജി പിന്നെ ആലു പറാട്ട ഓംലെറ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. മലയാളികൾ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ഗോവയിൽ. എനിക്കൊന്ന് എല്ലാ പ്രാവശ്യം കാണുമായിരിക്കും, പക്ഷേ ഈ പ്രാവശ്യം കുറേ പേരുണ്ട്. മുക്കിന് നമ്മൾ കാണുന്ന ഏതെങ്കിലുമൊക്കെ കുറേ മലയാളികളുണ്ട്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായിരിക്കണം. നല്ലൊരു വൈബാണിപ്പം. തിരക്കുണ്ടെങ്കിലും അത്യാവശ്യം അത്രമാത്രം ശ്വാസം മുട്ടിക്കുന്ന തിരക്ക് ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇന്നിപ്പം ഇന്ന് സാറ്റർഡേ ആയിട്ടുണ്ട്, നാളെയാണ് 31. അപ്പം എന്നാലും ഇവിടെ ഫുഡ് വരുമ്പോൾ നിങ്ങളെ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ പൂരി ബാജി വന്നിട്ടുണ്ട്. അവൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നു. എന്താ അവൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹാൻഡിൽ എന്തുവാ? travel_with_twins. ഇതുവരെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് 70 to 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്കതൊരു മോട്ടിവേഷനാണ്. നെക്സ്റ്റ് ബ്രെഡ് ഓംലെറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഗോവയിലെ വൺ ഓഫ് ദ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ചർച്ചിൽ വന്നിട്ടുണ്ട്. കുറേ പിക്ചറിനകത്തും കുറേ ഇതിനകത്ത് മൂവീസും സിനിമാസും സീരീസിനകത്തൊക്കെ വരുന്ന ഒരു ചർച്ചാണ് ഇമാക്കുലേറ്റ് ചർച്ച്. അവിടെ വന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു. ഈ ഒരു സൈഡ് റോഡ് ഉണ്ട്, അവിടോട്ട് വന്ന് പാർക്ക് ചെയ്താൽ മതി. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അകത്ത് കുറേ KL വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ KL വണ്ടികളുണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. ഇതാണ് വ്യൂ കേട്ടോ. ഞങ്ങൾ കുറേ പിക്ചറിനകത്തൊക്കെ കണ്ടു കാണും. ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് വന്നതാണ് നാഷണൽ വ്യൂ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. ഞങ്ങൾ ഇച്ചിരി ഒതുക്കി അങ്ങോട്ട് മുകളിലിട്ടിട്ടുണ്ട്. ക്രിസ്മസിൻ്റെയൊക്കെ സെലിബ്രേഷൻ നല്ലോണം അവർ ചെയ്തിട്ടുണ്ട്. ഹലോ ഗോവ ഇമാക്കുലേറ്റ് ചർച്ച്. ഓക്കെ, ബോറടിച്ചല്ലേ? ഒന്നുമില്ല, അന്ന് ചർച്ചിനകത്ത് പോലും കയറാൻ പറ്റിയിട്ടില്ല. വെളിയിൽ നിന്ന് ചർച്ച് കണ്ടിട്ട് പോവാം, അത്രേ ഉള്ളൂ. ഇപ്പം നല്ലോണം തിരക്കുണ്ട്. ഞങ്ങൾ ജോസഫ് ബാറിൽ വന്നു, പക്ഷേ ജോസഫ് ബാർ ആണെങ്കിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. എനിക്കൊന്ന് അവധി വല്ലതും ആണോ? ഓപ്പൺ സെറ്റ് 3 PM. ഉച്ചയ്ക്ക് 3 മണിക്ക് തുറക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ ആയിപ്പോയി. ഇവിടെ എന്തിനായിട്ട് നമ്മൾ വന്നേ? ഇത് ആക്ച്വലി ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും ബാറും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നല്ല ഒത്തൻറ്റിക് ഗോവൻ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടാറുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷെ എന്തായാലും ഇല്ല.
ഞങ്ങളിങ്ങനെ ഓർഡർ ഫോട്ടോ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാ, നല്ല വെയിലുണ്ട്. ഒരു വെയില്. ടിക്കറ്റ് എടുക്കാം. പണ്ട് ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. മേഡം നമ്മുടെ ബേക്കലിൻ്റെ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? ബേക്കലിൽ നമ്മൾ എപ്പോഴും പോകുന്നല്ലേ, നമ്മളെ നാട്ടിൽ തന്നെ. ബേക്കലിൻ്റെ ഒക്കെ ഒരു ഓർമ്മ. ഓക്കെ, എനിക്ക് അതിനേക്കാളും മറ്റേ മെർജിൻ ഫോട്ടോ, എന്തായത് വേറൊന്നും കണ്ടില്ലേ നമ്മള്? ചപ്പോര അല്ല, ഗോകർണത്തോ ഒരു മിർജൻ ഫോട്ടോ. മിർജാൻ ഫോർട്ട്. എനിക്ക് ആദ്യം അങ്ങനെയാ തോന്നി, പക്ഷെ അതിനേക്കാളും വൃത്തിയുണ്ട് ഇത്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻട്രി ഫീ 25 രൂപയാണ് കേട്ടോ ഒരാൾക്ക് 25 രൂപ വെച്ച് എൻട്രി ഫീ ഉണ്ട്. നമ്മളെന്തായാലും ഇപ്പം 50 രൂപ എടുത്തു, പക്ഷേ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് സൂക്ഷിക്കണം. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ഫാറ്റ് ഫിഷിൽ വന്നിട്ടുണ്ട്. ഫാറ്റ് ഫിഷിൽ വന്നിട്ട് ഗോവൻ താലി കഴിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ലേറ്റ് ആയപ്പോൾ ഏകദേശം വന്നപ്പോൾ 3 മണിയായി. എനിക്ക് 1 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഗോവൻ ഫിഷ് താലി കേട്ടോ. അപ്പം ഇന്ന് എന്തെങ്കിലും കിട്ടത്തില്ല, അപ്പം നാളെ നമുക്ക് ട്രൈ ചെയ്യാം. ഇന്ന് നമ്മൾ അതുകൊണ്ട് ഒരു പോംഫ്രെറ്റ് കറി റൈസും പിന്നെ അല്ലാതെ ഒരു ബീഫിൻ്റെ ബീഫാണോ പോർക്കാണോ? പോർക്ക്. നമ്മൾ പോർക്ക് ഗോവൻ സ്റ്റൈലിൽ പോർക്ക് ചില്ലിയും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പം വരുമ്പം നോക്കാം. ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി, റിവ്യൂസും ഫേമസ് ആണ്, വരണം, മസ്റ്റ് ട്രൈ ആണ്. ഇല്ല, ഞാനിവിടെ വന്നിട്ടില്ല. ഞാൻ വന്ന കാലത്ത് ഇതില്ലായിരുന്നു. അപ്പം കുറേ കേട്ടിട്ടുണ്ട് റിവ്യൂസൊക്കെ. ഫുഡ് ട്രൈ ചെയ്തിട്ട് പറയാം. തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. മാംഗ്ലൂരിൽ നമ്മുടെ മച്ചിലിയിൽ പോയത് തിരക്കുമാതിരി തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഇച്ചിരിയും കൂടെ എക്സ്പെൻസീവാണ്. മച്ചിലി പിന്നെ എക്സ്പെൻസീവ് അല്ല, ഇത് നല്ലോണം എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാംഗ്ലൂരിലോ ഒക്കെ ഉള്ള റേറ്റിൻ്റെ ഒക്കെ മാതിരി തന്നെ വരും ഇവിടുത്തെ റേറ്റ്. പിന്നെ ഇവിടെ ഏറ്റവും ഫേമസ് എന്ന് വെച്ചാൽ സീ ഫുഡാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ പോംഫ്രെറ്റ് കറി റൈസ് ഗോവൻ സ്റ്റൈൽ വന്നിട്ടുണ്ട്. നമ്മുടെ പോർക്ക് വന്നിരുന്നു. പോർക്ക് നിങ്ങൾ കണ്ടു. ഇതാണ് പോംഫ്രെറ്റ് പോർക്ക്. ഞങ്ങൾ ആക്രാന്തം മൂത്ത പെട്ടെന്ന് കഴിച്ച് തീർത്തു. മാളൊന്ന് വിശപ്പില്ലെന്ന് പറഞ്ഞു, പക്ഷേ മാൾ എന്നാലും നല്ലോണം തട്ടിയിട്ടുണ്ട്. വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നല്ലോണം തട്ടിയിട്ടുണ്ട്. പോർക്കായിരുന്നു, പിന്നെ റൈസും. നാളെ വന്നിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഗോവൻ ഫിഷ് താലി ട്രൈ ചെയ്യുന്നതായിരിക്കും.